PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ചരിത്രം എ ശ്രീധരമേനോൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിലെ അധ്യായം 1 പാർട്ട് 2 ആണ് സമുദ്രം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥിരവും വിധി നിർണായകവുമായ ഒരു ഘടകമാണ് സമുദ്രം. അത് കേരളത്തിന് സ്വന്തമായൊരു നാവിക പാരമ്പര്യം നേടിക്കൊടുത്തിട്ടുണ്ട്. അതിപുരാതന കാലം തൊട്ടേ കേരളത്തിൻ്റെ കടൽ തീരം യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വ്യാപാരികളെ ആകർഷിക്കുകയുണ്ടായി. സമുദ്രതീരത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് കേരളത്തിൽ ഒട്ടേറെ തുറമുഖങ്ങൾ ഉണ്ടായി. അവയിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം കാലഘട്ടം തോറും മാറിക്കൊണ്ടിരുന്നു. വിദേശങ്ങളുമായി വാണിജ്യപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുഖങ്ങളിൽ മുസിരിസ്, തിണ്ടിസ്, ബറക്കെ, നെൽക്കിണ്ട എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടവ. കേരള ചരിത്രത്തിൻ്റെ അനന്തര കാലഘട്ടങ്ങളിലാണ് കൊല്ലവും കോഴിക്കോടും കൊച്ചിയും പ്രാബല്യത്തിൽ വന്നത്. വാസ്കോഡഗാമ 1498 കോഴിക്കോട് വന്നിറങ്ങിയതു മുതൽ പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നീ യൂറോപ്യൻ നാവികശക്തികളുടെ കയ്യേറ്റങ്ങളേൽക്കാൻ കേരളത്തെ നിർത്തിക്കൊടുത്തത് ഈ വിശാലമായ കടലും നീണ്ടുകിടക്കുന്ന കടൽ തീരവുമാണ്. കേരള തീരത്ത് അഞ്ചുതെങ്ങ്, തങ്കശ്ശേരി, പള്ളിപ്പുറം, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിൽ കാണുന്ന യൂറോപ്യൻ കോട്ടകളുടെ നഷ്ടാവശിഷ്ടങ്ങൾ ഇന്നും ഈ വൈദേശിക ആക്രമണങ്ങളുടെ കഥ പറയാനുണ്ട്. ഏതായാലും പ്രാചീന മധ്യകാലഘട്ടത്തിൽ കേരളം വിദേശങ്ങളുമായി പുലർത്തിയിരുന്ന ബന്ധങ്ങൾ പ്രധാനമായും വാണിജ്യപരവും സാംസ്കാരികവുമായിരുന്നു. യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും സമുദ്രത്തിലൂടെയാണ് കേരളത്തിലെത്തിയത്. കിഴക്ക് സഹ്യാദ്രി കെട്ടിയ കോട്ടയാൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടന്ന കേരളത്തിന് ആ വഴിക്ക് നഷ്ടപ്പെട്ടതും അതിലധികവും വിപുലമായ വിദേശ ബന്ധങ്ങളിലൂടെ പടിഞ്ഞാറേ സമുദ്രതീരം സമ്പാദിച്ചു കൊടുത്തു. നദികൾ. ജലത്തിൻ്റെ കാര്യത്തിൽ സമ്പന്നമാണ് കേരളം. ആകെയുള്ള 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 കാവേരിയുടെ പോഷക നദികളാണ്. 100 മൈലിൽ അധികം നീളമുള്ള 4 നദികളേ ഉള്ളൂ. ഭാരതപ്പുഴ 156 മൈൽ, പെരിയാറ് 142 മൈൽ, പമ്പ 110 മൈൽ, ചാലിയാറ് 105 മൈലാണ് അവ. മറ്റുള്ളവ താരതമ്യേന ചെറിയ നദികളാണ്. 40 മൈലാണ് അവയുടെ ശരാശരി നീളം. നദികൾ കേരളത്തിൻ്റെ ചരിത്രത്തിലും സാംസ്കാരിക വികാസത്തിലും കാര്യമായ പ്രേരണ ചെലുത്തിയിട്ടുണ്ട്. അവ കേരളീയ ജനതയുടെ ചരിത്രത്തിലും സാംസ്കാരിക ജീവിതത്തിലും നിഴലിച്ചു നിൽക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദികളുടെ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 18ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധം വരെ കോഴിക്കോട്ടെ സാമൂതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ നടന്നുപോന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ചേരാറുണ്ടായിരുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും ഇവിടെയാണ്. പെരിയാറിൻ്റെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി. മഹാനായ ആ അദ്വൈത മതസ്ഥാപകന്റെ വിഖ്യാത നാമവുമായി ബന്ധപ്പെട്ട കഥകളിലും ഐതിഹ്യങ്ങളിലും പെരിയാർ നിറഞ്ഞു നിൽക്കുന്നു. വർഷം തോറും കുംഭമാസത്തിൽ സുപ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവായും ഈ നദിയുടെ തീരത്തുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. പമ്പയുടെ തീരത്താണ് മതപരമായി വളരെ പ്രാധാന്യമുള്ള ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ എന്നീ സ്ഥലങ്ങൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ ചരിത്രത്തിലും നദികൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 1341 പെരിയാർ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂർ അഴിമുഖം നികന്നു പോവുകയും വാണിജ്യ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതാവുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൻ്റെ നാശത്തോടുകൂടി കൊച്ചി തുറമുഖം തെളിഞ്ഞു വന്നു. ഏറെക്കാലം കഴിയുന്നതിനു മുൻപ് അത് കേരള തീരത്തിലെ ഒരു മികച്ച തുറമുഖമായി വികസിച്ചു. 1341 വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ടാണ് വൈപ്പ് ദ്വീപ് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1341 മുതൽ ആരംഭിക്കുന്ന പുതുവൈപ്പ് സംവത്സരം ഈ സംഭവത്തിൻ്റെ സ്മാരകമാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇതേ നദിയിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്കം കൊണ്ടാണ് 1789 ടിപ്പു സുൽത്താൻ ആലുവായ്ക്ക് തെക്കോട്ട് കടന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കാഞ്ഞത്.
അടുത്ത കാലത്ത് നദികളെ വിജയപൂർവ്വം മനുഷ്യസേവന ക്ഷമങ്ങളാക്കി വരുന്നുണ്ട്. മലമ്പുഴ, പീച്ചി, പെരിയാർ വാലി മുതലായി ഈയിടെ നടപ്പിലാക്കിയ വലിയ ജലസേചന പദ്ധതികൾ മിക്കവാറും ആധുനിക തീർത്ഥാടന കേന്ദ്രങ്ങളായി തീർന്നിരിക്കുന്നു. സഹ്യപർവ്വതത്തിന്റെ ഉപരിതല പ്രകൃതിയും വർഷപാതത്തിന്റെ ഉയർന്ന സാന്ദ്രതയും കേരളത്തിലെ നദികളെ ജലവൈദ്യുത ശക്തിയുടെ ഉൽപാദനത്തിന് സമർത്ഥങ്ങളാക്കുന്നു. പള്ളിവാസൽ, ചെങ്കുളം, പെരിങ്ങൽകുത്ത്, ശബരിഗിരി എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ആധുനിക കേരളത്തിന്റെ വ്യവസായവൽക്കരണത്തെ ത്വരിപ്പിക്കുന്നതിൽ ഇവ കുറച്ചൊന്നുമല്ല സംഭാവന ചെയ്തിട്ടുള്ളത്. പുനലൂർ, ഏലൂർ, കല്ലായി, വളപട്ടണം എന്നീ വ്യവസായ കേന്ദ്രങ്ങൾ നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന വസ്തുതയും ശ്രദ്ധാർഹമാണ്. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിന്റെ വികാസത്തിൽ നദികളുടെ പങ്ക് ഏതർത്ഥത്തിലും കിടയറ്റതാണെന്ന് കാണാം. കായലുകൾ. ഈ നദികളെ കൂടാതെ സമുദ്രതീരത്തിന് സമാന്തരമായി കിടക്കുന്ന കായലുകളുടെയും തോടുകളുടെയും ഒരു അനുസ്യൂത ശൃംഖലയും കേരളത്തിനുണ്ട്. അരുവികളും നദികളും ഈ ജലാശയങ്ങളെ നിറയ്ക്കുന്നു. കേരളത്തിന്റെ ദക്ഷിണോത്തര ഭാഗങ്ങൾക്കിടയിലുള്ള ഗതാഗതത്തിന് മിക്കവാറും സൗകര്യം നൽകുന്നവയാണ് ഇവ. കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി തുടങ്ങിയവയാണ് ഉത്തര കേരളത്തിലെ കായലുകൾ. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ടു കായലിലാണ് കേരളത്തിലെ കായലുകളിൽ ഒന്നാം സ്ഥാനം. അതിന് 79 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട്. ഇതിന്റെ തീരത്താണ് സുപ്രസിദ്ധമായ വൈക്കം ക്ഷേത്രം. AD 1100 വടക്കങ്കൂറെന്നും തെക്കുംകൂറെന്നും രണ്ടായി പിരിഞ്ഞ വെമ്പൊലിനാട് എന്ന പുരാതന രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് വേമ്പനാട്ട് കായലിന് ആ പേരുണ്ടായത്. കായംകുളം കായൽ 19 മൈൽ, അഷ്ടമുടിക്കായൽ 10 മൈലാണ് ദക്ഷിണ കേരളത്തിലെ വലിയ കായലുകൾ. ഓരോന്നിനും 20 ചതുരശ്ര മൈലാണ് വിസ്താരം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഒരേയൊരു ശുദ്ധജല തടാകം. 3 വശവും ഉയർന്ന കുന്നുകളുമുള്ള ഈ കായലിന്റെ ഒരു വശത്ത് മൺചിറയാണ്. 1.44 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട് ഈ ശുദ്ധജല തടാകത്തിന്. ഇതിന്റെ തീരത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് ഐതിഹ്യമുള്ള വിസ്തൃതമായ ഒരു ശാസ്താക്ഷേത്രമുണ്ട്. കായലുകൾ ചിലയിടത്ത് അഴികൾ മുഖേന സമുദ്രവുമായി ചേരുന്നു. അഴിക്കൽ വളപട്ടണമാണ്. ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര തുടങ്ങിയവയാണ് കേരളത്തിലെ അഴികൾ. കാലാവസ്ഥ. കേരളത്തിന്റെ കാലാവസ്ഥയും ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രകൃതി സവിശേഷതകളിൽ കാണുന്ന വൈവിധ്യം കാലാവസ്ഥയിലും വരുത്തി തീർത്തിട്ടുണ്ട് തത്തുല്യമായൊരു വൈവിധ്യം. ഹൈറേഞ്ചിലെ കാലാവസ്ഥ ആണ്ടിലുടനീളം തണുപ്പാർന്ന് ഉന്മേഷകരമാണ്. സമതലങ്ങളിലാകട്ടെ ചൂടും നീരാവിയും കലർന്നതും. ശരാശരി താപനില 90 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിലും ഗ്രീഷ്മകാലത്ത് സമതലങ്ങളിൽ കഠിനമായ ചൂടായിരിക്കും. സംസ്ഥാനത്ത് ആണ്ടിൽ ആകെ കൂടിയുള്ള വർഷപാതത്തിന്റെ ശരാശരി നില വളരെ കൂടുതലാണ്. അത് 96 ഇഞ്ചിന് അടുത്തുവരെ ചെല്ലും. കേരളത്തിന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വടക്കുകിഴക്കൻ മൺസൂണിൽ നിന്നും മഴ കിട്ടുന്നുണ്ടെന്ന കാര്യം പ്രധാനമാണ്. ആദ്യത്തേത് മെയ് ഒടുക്കമോ ജൂൺ തുടക്കത്തിലോ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നു. രണ്ടാമത്തേത് ഒക്ടോബറിൽ തുടങ്ങി ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കും. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. അവിടെ 200 ഇഞ്ചിലധികം മഴ വീഴുന്നു. AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ചരിത്രത്തിൽ ഒരു പുതിയ യുഗം സൃഷ്ടിച്ചുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതാണ് പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസിരിസിലേക്ക് നേരിട്ടുള്ള സമുദ്രസഞ്ചാരം സാധ്യമാക്കിയത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. കാലാവസ്ഥാ ഘടകങ്ങളാൽ നിയന്ത്രിതമായിരുന്നു കേരളത്തിലെ സൈനിക നീക്കങ്ങൾ. മഴക്കാലം ആരംഭിക്കുമ്പോൾ ശത്രുത താൽക്കാലികമായി വിസ്മരിക്കപ്പെടും. മഴ മാറുന്നതോടുകൂടി ഏറ്റുമുട്ടലുകൾ വീണ്ടും തുടങ്ങുകയും ചെയ്യും. നദികളിലെ വെള്ളപ്പൊക്കങ്ങളും സൈനിക പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകാറുണ്ടായിരുന്നു. മഴക്കാലത്ത് പെരിയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി ടിപ്പുവിന് തിരികെ പോകേണ്ടി വന്ന കഥ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. പക്ഷിമൃഗാദികളും സസ്യങ്ങളും മറ്റും.
കാലാവസ്ഥയിലും ഋതുക്കളിലുമുള്ള വൈവിധ്യം സസ്യങ്ങളിലും കാർഷിക വികാസത്തിലും പതിയുക സ്വാഭാവികമത്രേ. പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ധാതു നിക്ഷേപങ്ങളുടെയും കാര്യത്തിൽ കേരളം സമൃദ്ധമാണ്. വിവിധങ്ങളായ മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞവയാണ് കേരളത്തിലെ വനങ്ങൾ. വിദൂര രാജ്യങ്ങളിലേക്കുള്ള പ്രാചീന കേരളത്തിന്റെ കയറ്റുമതികളിൽ ആനകൾക്കും മയിലുകൾക്കും കുരങ്ങുകൾക്കും മുഖ്യസ്ഥാനമുണ്ടായിരുന്നതായി കണക്കാക്കാം. ദന്തവും വിലപ്പെട്ട കയറ്റുമതി ചരക്കായിരുന്നു. കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ പണ്ടേക്കു പണ്ടേ വിദേശീയരെ ആകർഷിച്ചു. കുരുമുളക്, ഏലം, കറുവാപ്പട്ട, ചുക്ക് മുതലായവ പ്രാചീന കേരളം ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇന്നും അവ വമ്പിച്ച വിദേശ നാണ്യം സമ്പാദിക്കുന്നവയാണ്. കേരളത്തിലെ കുരുമുളകിന്, കറുത്ത പൊന്ന്, ഉണ്ടായിരുന്ന പ്രിയമാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളെ ആധുനിക കാലത്ത് കേരളത്തിലേക്ക് ആകർഷിച്ചതും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും. അസുലഭമായ ചിലതരം തടികൾ കേരളത്തിലെ വനങ്ങളിൽ ധാരാളമായുണ്ട്. വിദേശ വിപണികളിൽ അവയ്ക്ക് വലിയ പ്രിയമാണ്. ക്രിസ്തു വർഷാരംഭത്തിന് വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ തേക്കിൻ തടി വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഊർ നഗരത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത തേക്കിൻ തടി ഇതിന് തെളിവാണ്. ട്രഫാൾഗർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും നെൽസണ് വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത കപ്പലുകളുടെ നിർമ്മാണത്തിന് കേരളീയ വനങ്ങളിലെ ഒന്നാന്തരം തേക്കിൻ തടികൾ ഉപയോഗിച്ചിരുന്നതായി കാണുന്നു. കേരളം ധാതു നിക്ഷേപത്തിലും സമ്പന്നമാണ്. കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ BC 4-ാം ദശകത്തിലാണ് ഭാരതത്തിൽ മുത്തു വിളയുന്ന സ്ഥലങ്ങളിലൊന്നായി ചൂർണി പെരിയാറിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പുരാതന റോമാക്കാർ സ്വർണം പകരം കൊടുത്ത് കേരളത്തിൽ നിന്ന് മുത്തുകളും രത്നങ്ങളും വാങ്ങിയിരുന്നു. സമൃദ്ധമായ ഇൽമനൈറ്റ് നിക്ഷേപമുള്ള കടൽ തീരം കേരളത്തിന് ഭൂപടത്തിൽ സമരതന്ത്ര പ്രാധാന്യത്തിന്റെ പദവി നേടിക്കൊടുത്തിട്ടുണ്ട്. പരശുരാമ കഥ. കേരളോൽപ്പത്തിയെ സംബന്ധിച്ച പരശുരാമ കഥയെ നിരൂപണ ദൃഷ്ട്യാ പരിശോധിക്കുക പ്രാചീന കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ചില അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കാൻ സഹായകമായിരിക്കും. ഈ കഥയനുസരിച്ച് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അറബിക്കടലിന് നൽകിയ പാരിതോഷികമാണ് കേരളം. പരശുരാമൻ തന്റെ ആയുധമായ പരശു ഗോകർണത്തുനിന്ന് കന്യാകുമാരിയിലേക്ക്, മറ്റൊരു പാഠമനുസരിച്ച് കന്യാകുമാരിയിൽ നിന്ന് ഗോകർണത്തേക്ക് കടലിനുമീതെ എറിഞ്ഞെന്നും അത് ചെന്നു വീണ ഭാഗം വരെയുള്ള കടൽ പിൻവാങ്ങിയെന്നുമാണ് ഐതിഹ്യം. അങ്ങനെയുണ്ടായ ഭൂവിഭാഗം അത്രേ ഭാർഗവ ക്ഷേത്രമെന്നും പരശുരാമ ക്ഷേത്രമെന്നും വിളിക്കപ്പെടുന്ന കേരളം. ഈ ഐതിഹ്യത്തിന് ചരിത്രപരമോ വസ്തുതാസ്പർശിയോ ആയ അടിസ്ഥാനമൊന്നുമില്ല. പരശുരാമൻ തന്നെ ഒരു പുരാണ സങ്കല്പ കഥാപാത്രമാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ബ്രാഹ്മണാധിപത്യ സിദ്ധാന്തത്തിന് പ്രചാരം നൽകാൻ തൽപര കക്ഷികൾ ചമച്ചതാണ് ഈ ഐതിഹ്യമെന്ന് തോന്നുന്നു. കാളിദാസന്റെ രഘുവംശത്തിലും സർഗം 4 ശ്ലോകം 53, രാജേന്ദ്ര ചോളന്റെ 1012-1044 തിരുവലാങ്ങാട്ട് ശാസനങ്ങളിലും ഈ ഐതിഹ്യത്തെക്കുറിച്ച് സൂചനയുണ്ട്. ഈ കഥ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുകയും ഒടുവിൽ കേരളോൽപ്പത്തി എന്ന മലയാള കൃതിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു. ചരിത്രരേഖ എന്ന നിലയിൽ തികച്ചും സന്ദേഹാസ്പദമായ കേരളോൽപ്പത്തി 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. പരശുരാമ കഥയുടെ വിശ്വാസ്യത എങ്ങനെയിരുന്നാലും പ്രാചീന കേരളത്തെ സംബന്ധിച്ച ഭൂമിശാസ്ത്രപരവും ഭൂഗർഭശാസ്ത്രപരവുമായ ചില വസ്തുതകൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. സർദാർ KM പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂമിശാസ്ത്രം ചരിത്രത്തിന്റെ സ്ഥായിയും അചഞ്ചലവുമായ നിയാമക ഘടകമാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഏത് കാലത്തും ഒരുപോലെ സ്ഥാവരമായി നിൽക്കുന്നില്ല എന്നത് ഒരു അംഗീകൃത വസ്തുതയാണ്. അതിപുരാതന കാലത്ത് കേരള ഭൂമിയുടെ നല്ലൊരു ഭാഗം കടലിന് അടിയിലായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം. ഒരു കാലത്ത് അറബിക്കടൽ സഹ്യന്റെ അടിവാരത്തോളം വ്യാപിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശം അതിവിദൂര ഭൂതകാലത്തിൽ കടലിനടിയിലായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു.
അല്ലെങ്കിൽ അങ്ങിങ്ങ് മണൽ പൊന്തകളും ചെളിവരമ്പുകളുമുള്ള വിശാലമായ ശാദ്വല പ്രദേശമെങ്കിലുമായിരുന്നു ആ ഭാഗം. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളിയിൽ കക്കയുടെയും ശംഖിൻ്റെയും മറ്റും പുറന്തോടുകളുടെ അട്ടികൾ ഉൾപ്പെടെ സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് തന്നെ ഈ പ്രദേശം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്നതിന് മതിയായ തെളിവാണ്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചോ ഭൂകമ്പം നിമിത്തമോ ആയിരിക്കണം ഈ ഭൂഭാഗം സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നത്. സഹ്യപർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന എണ്ണമറ്റ നദികൾ അവയുടെ ഗതിയിൽ ധാരാളം മണ്ണും ചളിയും സമുദ്രതീരത്തെത്തിക്കുകയും സമുദ്രപ്രവാഹങ്ങൾ കരയ്ക്ക് വമ്പിച്ച തോതിൽ മണലടിച്ച് കയറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭൂഗർഭശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. കേരള ഭൂമിയുടെ നല്ലൊരംശം ഇങ്ങനെ ചളിയും മണലും അടിഞ്ഞ് ഉണ്ടായതായിരിക്കണം. കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള പരശുരാമ കഥ ഭൂമിശാസ്ത്രപരമായ ഈ സത്യത്തെയായിരിക്കാം വ്യക്തമാക്കുന്നത്. കേരളം, മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനത്തിൽ കേരളം, മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച ചില സിദ്ധാന്തങ്ങൾ ചിന്താവിഷയമാവുക അസംഗതമല്ല. ദക്ഷിണേന്ത്യയിൽ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനുമിടയിൽ കിടക്കുന്ന പ്രദേശം കേരളം എന്ന പേരിലാണ് സംസ്കൃത സാഹിത്യത്തിൽ പണ്ടേ അറിയപ്പെടുന്നത്. കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രാചീന ഗ്രന്ഥകാരന്മാരെല്ലാം കേരളം, ചേരം എന്നീ പേരുകൾ മിക്കവാറും പര്യായ പദങ്ങളായി പ്രയോഗിച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ കേരളം എന്ന ദേശനാമത്തെ കേര, തെങ്ങ്, കേരത്തിൽ നിന്ന് നിഷ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തെങ്ങുകൾ ഈ നാടിൻ്റെ പ്രത്യേകതയാണല്ലോ. പക്ഷേ ഈ നിഷ്പാദനം പലരും അംഗീകരിക്കുന്നില്ല. കേരം എന്നത് ചേരത്തിൻ്റെ കർണാടകോച്ചാരണമാണെന്ന് അഭിപ്രായപ്പെടുന്ന ഡോക്ടർ ഗുണ്ടർട്ട്, ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേര് പിന്നീട് കേരളം എന്ന് മാറിയതാണെന്ന് സിദ്ധാന്തിക്കുന്നു. തമിഴിൽ ചാരൽ എന്ന പദത്തിൻ്റെ അർത്ഥം മലഞ്ചെരിവ് എന്നാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ചാരൽ ഉച്ചാരണഭേദത്താൽ ചേരൽ എന്ന് മാറുകയും അത് കേരളത്തിൻ്റെ അഥവാ ചേരനാട്ടിൻ്റെ പേരായി തീരുകയും ചെയ്തു. കേരളത്തിൻ്റെ പേരിന് അടിസ്ഥാനമായി അതിലെ മലകളുടെ ആധിക്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഈ സിദ്ധാന്തം. ഏതായാലും ചേരം അഥവാ കേരളം എന്ന പേരിൻ്റെ നിഷ്പാദനം ചാരലിൽ നിന്ന് സാധിക്കുന്നത് അല്പം വളഞ്ഞ വഴിയാണ്. പ്രാചീന കൃതികളിൽ ഈ രാജ്യത്തെ ചേരനാട് എന്നും ഇവിടുത്തെ രാജാവിനെ ചേരൻ അല്ലെങ്കിൽ ചേരൽ എന്നുമാണ് മാറാതെ പരാമർശിച്ച് കാണുന്നത്. ചാരൽ എന്ന സൂചനയേയില്ല. ചേർ, ചെളി, അളം, സ്ഥലം എന്നീ രണ്ട് ശബ്ദങ്ങൾ ചേർന്നാണ് കേരള അഥവാ ചേരള പദം ഉണ്ടായതെന്നും അതിനർത്ഥം ചതുപ്പ് സ്ഥലം എന്നാണെന്നും മറ്റൊരു വാദമുണ്ട്. ചേരളം എന്നത് ചേർ, അളം എന്നിവ ചേർന്നുണ്ടായ സമസ്ത പദമാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൂടായികയില്ല. ചേർ അഥവാ ചേർന്ത എന്നതിന് കൂടി ചേർന്നത് എന്നർത്ഥം. അപ്പോൾ ചേരള പദത്തിന് കൂടിച്ചേർന്ന ഭൂഭാഗം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പർവ്വത പ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർന്ന ഭൂഭാഗം എന്നർത്ഥം പറയാം. ചേരളം എന്ന പദം കാലക്രമേണ സംസ്കൃതത്തിൻ്റെ പ്രേരണയാൽ കേരളം എന്ന് മാറിയതാവാം. കടൽ മാറി കരയോട് പുതുതായി ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള ഈ നിഷ്പാദനം പരശുരാമ കഥയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനത്തെ പിന്താങ്ങുന്നു. മലബാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കേരളം. കോസ്മസ് ഇൻഡിക്ക പ്ലൂത്തസിൻ്റെ AD 6-ാം ശതകം കാലം തൊട്ടേ കേരളത്തെ മലേ എന്ന് അറബി നാവികന്മാർ വിളിച്ചു പോന്നിരുന്നു. ഈ രാജ്യത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ ലേഖകൻ അൽബറൂണി AD 973-1048 ആയിരിക്കണം. അറബി ലേഖകന്മാർ മലിബാർ, മനിബാർ, മുലിബാർ, മുനിബാർ എന്നെല്ലാം ഭേദബുദ്ധിയന്യേ ഈ നാടിനെ വിളിച്ചിരുന്നു. മലകളുടെ നാട് എന്നർത്ഥമുള്ള മലനാട് എന്ന വാക്കിനെ അനുസ്മരിപ്പിക്കുന്നു മലബാർ. ലോഗന്റെ അഭിപ്രായത്തിൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി അർദ്ധ വൈദേശികമാണ്. മല, ബാർ എന്ന രണ്ട് ശബ്ദങ്ങൾ ചേർന്നുണ്ടായ മലബാർ എന്ന പേരിലെ ബാർ എന്നത് രാജ്യം എന്നർത്ഥമുള്ള ബാർ എന്ന പേർഷ്യൻ ശബ്ദമോ
ഭൂഖണ്ഡം എന്നർത്ഥം വരുന്ന ബാർ എന്ന അറബി ശബ്ദമോ ആണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി തീർത്തും അർദ്ധവൈദേശികമായിക്കൊള്ളണമെന്നില്ല. മധ്യകാല തമിഴിലും പ്രാചീന മലയാളത്തിലും മലനാട് എന്നറിയപ്പെട്ടിരുന്നു കേരളം. അതേ അർത്ഥത്തിലുള്ള മലവാരം എന്നതിൻ്റെ രൂപാന്തരമായിക്കൂടെന്നുമില്ല മലബാർ. ഇതിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമായാലും തികച്ചും ഏതദ്ദേശീയമായാലും ഈ രാജ്യത്തിൻ്റെ പർവ്വത പ്രകൃതിയിൽ നിന്നാണ് ഈ പേരുണ്ടായത് എന്ന കാര്യം നിർവിവാദമാണ്.